ഒരു പാർട്ണർഷിപ്പ് വന്നപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സൗകര്യങ്ങൾ? കാരണം ഈ പാർട്ണർഷിപ്പ് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾ കൂടെ ഉണ്ടെങ്കിൽ സഹായമാണ്. എങ്കിലും പാർട്ണർഷിപ്പിനെ കുറിച്ച് ചില തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ പേടി പലർക്കും ഉണ്ട്. അതൊക്കെ ഒന്ന് പറയാം. പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റിൽ ഞാൻ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പിലാണ് ഞാനിത് ചെയ്തത്. പക്ഷെ നമ്മളെ റിലേറ്റീവ്സ് ആയിരുന്നില്ല, അത് പുറത്തുനിന്നുള്ള ഒരാളായിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ എത്തിക്കൽ നമ്മളെ ബാധ്യത. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ നമ്മളിത് തരുമ്പോൾ അത് ഉത്തരവാദിത്തത്തിൽ എത്തിക്കൽ പിന്നെ നമ്മളെ ബാധ്യത. അപ്പോൾ മറ്റ് പാർട്ട്ണർമാർ അവർ നോക്കുന്നില്ല. അപ്പോൾ അത് കാരണം ആ പാർട്ട്ണർഷിപ്പ് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ, കാരണം വെച്ചാൽ മാർക്കറ്റിൽ നല്ല ബിസിനസ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായി സ്വാഭാവികമായിട്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് പിന്നെ വേറെ തുടങ്ങാം. അപ്പോൾ ജ്യേഷ്ഠന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പിന്നെ തുടങ്ങുന്നത്. അപ്പോൾ ജ്യേഷ്ഠൻ പറയുന്നത് ഇനി ആദ്യം തുടങ്ങി, പിന്നെ ലെവലായ ദിവസം ഞാൻ വന്ന് ചാർജ് എടുത്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ബിസിനസ് ഒക്കെ തെറ്റില്ല. ഡെയിലി ഞങ്ങൾ പിന്നെ ഒരു 1500 കിലോ ഡെയിലി ഞങ്ങൾ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഞങ്ങൾക്ക് പിന്നെ നല്ല അതിനാളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ജ്യേഷ്ഠനെ വിളിച്ച് പറഞ്ഞ കാര്യം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നീ കൂടി ഓഫീസിൽ വന്ന് കാര്യങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഡിസൈൻ ചെയ്ത് ഒരു പാർട്ണർഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഒരു പാർട്ണറെ കണ്ടെത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ജ്യേഷ്ഠനായതുകൊണ്ട് കുഴപ്പമില്ല. പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ ഒന്ന് സത്യസന്ധത, ഒന്ന് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കുക, ചെയ്യാതിരിക്കുക. ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുക. പിന്നെ ഒന്നാമത് എന്ന് വെച്ചാൽ ഒരു വിശ്വസ്തതയാണ്. കസ്റ്റമറിന് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അത് വിശ്വാസം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ആ കസ്റ്റമേഴ്സിനെ നമ്മൾ മാക്സിമം നല്ല സർവീസ് കൊടുത്ത് നല്ല ഡീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പേടിയും പഠിക്കണ്ട. പിന്നെ അവർക്ക് സാധനങ്ങൾ തന്നാൽ നിങ്ങൾ കൊണ്ടുപോയി തൂക്കി നിങ്ങൾ പാക്ക് ചെയ്ത് നിങ്ങൾ അയച്ചോ, പൈസ എത്ര വെച്ചാൽ ഇവിടെ വന്നാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ പറയുന്നത്. മറ്റേതാകുമ്പോൾ അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും കസ്റ്റമർ. കാരണം ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ 2000-3000 ശമ്പളം വാങ്ങുന്ന ആളുകൾ അവർ ഇത്രയും ശമ്പളത്തിന്റെ ഈ കുറേ സാധനങ്ങളും വാങ്ങിയിട്ട് പിന്നെ അത് അയക്കാൻ 500-1000 ദിർഹംസും കൊടുത്തിട്ട് അതും സാധനം തരുന്നത്. അപ്പൊ അവർക്ക് സാധനം മാത്രം നഷ്ടപ്പെടുന്നത്, അയക്കാനുള്ള കാശ് കൊണ്ട് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു വിശ്വാസം കസ്റ്റമറിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടാണത്. കാരണം വെച്ചാൽ നമ്മളത് സർവീസിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് കുടുംബകാര്യങ്ങൾ കൂടെ, കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ? പേരും കുടുംബം, വൈഫിന്റെ പേര് ഷാഹിദ, ചവിടിക്കുന്ന ഇരിങ്ങല്ലൂരാണ് അവരുടെ വീട്. പിന്നെ 3 മക്കളുണ്ട്. മൂത്ത മകൻ മുഹമ്മദ് മിർഷാദ്, പിന്നെ രണ്ടാമത്തെ മകൻ മുഹമ്മദ് അഞ്ചും, പിന്നെ ഒരു ചെറിയ മോളുണ്ട്, 1 വയസ്സായി. ഇന്നലെ ബർത്ത്ഡേ. അവർ നാട്ടിലാണ്. അവർ ഇനിയിപ്പോ സ്കൂൾ പൊട്ടി കഴിഞ്ഞാൽ വരും. ഇത്തരം അനുഭവങ്ങൾ വരുമ്പോ, അതായത് ഇന്നലെ ബർത്ത്ഡേ ഇവിടെ, മനസ്സവിടെയും താമസം ഇവിടെയുമായിട്ട്, ഇങ്ങനെയുള്ള ഈ മാനസികമായ ദുഃഖങ്ങളൊക്കെ എങ്ങനെയാണ് മറക്കുന്നത്? നമ്മളെ വർക്ക് നമുക്ക് ഇവിടെ ചുരുക്കി പറഞ്ഞ 24 hours വർക്ക് പോലെയാണ്. രാത്രി 2 മണി 3 മണി വരെയൊക്കെ ചിലപ്പോൾ വർക്ക് ഉണ്ടാവും. ഈ വർക്കിൽ കസ്റ്റമർ വിളിക്കുന്ന അങ്ങ് ഓടുന്ന് ഇങ്ങ് ഓടുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനിടെ നമ്മൾ അങ്ങോട്ട് ചിന്തിക്കാനുള്ള ടൈം നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റോ അതൊക്കെ കാർഗോയിൽ ഇടയ്ക്ക് ഇങ്ങനെ അയച്ചപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ കുറെ സാധനങ്ങൾ, ഡ്രസ്സും സാധനങ്ങളൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നമ്മൾ അയച്ചു കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ഡെയിലി ഇങ്ങനെ ഉച്ച സമയത്ത് റെസ്റ്റ് സമയത്ത് ഒന്ന് ഫോൺ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ ഇനി വരുന്ന ആൾക്കാർക്കും ഒക്കെ ഒന്ന് ഉപകാരപ്രദമായിരിക്കാൻ വേണ്ടി. ഇവിടെ വരുന്ന ഉപകാരം എന്ന് വെച്ചാൽ, ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന വിസ, ജോലി കാര്യങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിക്കുക. പറഞ്ഞ ജോലി തന്നെയാണോ, കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കുന്ന കമ്പനി തന്നെയാണോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മെയിൻ. കാരണം ഇവരെ ഇവിടെ വന്ന് ചീറ്റിംഗ് ചെയ്യുന്നുണ്ട്. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് കമ്പനിയാണ് വിസ എടുക്കുന്നത് ആ കമ്പനിയിൽ പോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് ശരിക്കും സാലറി കൊടുക്കുന്ന കമ്പനിയാണോ, അവർക്ക് ശരിക്ക് മാനസികമായിട്ടുള്ള എല്ലാ പരിഗണനകളും കൊടുക്കുന്നുണ്ടോ, കറക്റ്റായിട്ടുള്ള അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ടോ, ഫുഡ് കൊടുക്കുന്നുണ്ടോ, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, സാലറി മറ്റുള്ളവർക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പോയി അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. കമ്പനിനെ പറ്റി അന്വേഷിക്കുന്ന ആ കമ്പനീൻ്റെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള ഏതെങ്കിലും സ്റ്റാഫിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പലരും ഇങ്ങനെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ. കാരണം കറക്റ്റായിട്ട് ശമ്പളം ഒന്നും കിട്ടാതെ എത്ര ആളുകൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ മലയാളികൾക്കായിരുന്നാലും ഈ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്നവർക്കായിരുന്നാലും വളരെ ഒരു സുഹൃത്ത്
എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ കാർഗോ സർവീസുകൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കിയതിനും കുറച്ച് നേരത്തെ പറഞ്ഞു, നമ്മുടെ സാധനം വാങ്ങി വെച്ച് വീട്ടിൽ തന്നെ പോയി അത് പാക്ക് ചെയ്ത് ഒരു ഡോറിൽ ചെന്ന് പാക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലെ ഡോറിൽ എത്തിക്കുന്നു എന്നുള്ള ഒരു മഹത്തായ സേവനത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഒരു ചോദ്യങ്ങൾ കൊണ്ട് സംശയം ചോദിക്കേണ്ടി പോലും വന്നില്ല, വളരെ വിശദമായി പറഞ്ഞു. എന്തായിരുന്നാലും ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം ബിസിനസ്സിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കുടുംബത്തിനും ബിസിനസ്സിലും നമ്മുടെ ക്ലയൻസിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.